നല്ല പടമുള്ളൂ ടർബോ. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണുമെന്നുള്ള രീതിയിലാണ് എൻഡിങ് വന്നേക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ എനിക്കിപ്പോൾ സസ്പെൻസ് ആയിട്ട് തോന്നിയത് വിജയ് സേതുപതി ആയിരിക്കും അതിൻ്റെ വില്ലൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് പാർട്ട് തന്നെ നല്ല ഇതാണ്. പക്ഷേ ഇപ്പോഴത്തെ പയ്യന്മാരുടെ യങ് ജനറേഷനിലെ ആ റേഞ്ചിൽ മമ്മൂട്ടി വന്നിട്ടുണ്ട്. ആ ഒരു ഇതുണ്ട്. പക്ഷെ പടം നല്ലോണം ഓടും, ശരിയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് കാണും, അതിൽ വിജയ് സേതുപതി ആയിരിക്കും. എനിക്ക് ഗസ് ചെയ്യാണ്. എനിക്കത് എൻ്റെ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്തത്. നല്ല ആക്ഷൻ പടം കുഴപ്പമൊന്നുമില്ല. തമിഴ് പടം കണ്ടൊരു ഫീല്. മമ്മൂട്ടി 73 വയസ്സൊന്നും പറയിപ്പിക്കൂല, അങ്ങനത്തെ രീതിയിൽ നല്ല പടം. കൊള്ളാം, പൊളി സിനിമയായിരുന്നു ബ്രോ. വേറെ പറഞ്ഞ പോരൊന്നും ഇല്ല. ക്ലൈമാക്സ് കിടുവായിരുന്നു, ലാഗ് തോന്നിയില്ല. പിന്നെ ഡ്യൂപ്പ് നല്ലോണം പണിയെടുത്തുണ്ടെന്ന് തോന്നി. ആക്ഷൻ പൊളിയായിരുന്നു, കൊള്ളായിരുന്നു, പടം കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രാഫി പൊളിയായിരുന്നു. എനിക്ക് റിവ്യൂ പറഞ്ഞ പോലെ ലാഗ് എന്നൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ലാഗ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പുലിമിരുകം പോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്, മറ്റേ അത് പറയാനില്ല. പുലിമിരുകം പോലെ കുറേ സംഭവമൊക്കെ ഉണ്ട് ആക്ഷനിൽ. അതേപോലെ സംഭവം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ കൊള്ളാം. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിടില. ഡിഗ്രേഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇപ്പം സ്റ്റോറി ക്ലീഷേഡ് ആണെന്നേ ഉള്ളൂ. ബട്ട് മേക്കിംഗ് വൈസും പിന്നെ മമ്മൂക്ക അതിൽ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ്റെ എഫേർട്ടും ഒക്കെ കിടിലമാണ്. തിയേറ്റർ വാച്ചാണ്. അല്ല, റിവ്യൂ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് വന്നത്. ബട്ട് സ്റ്റിൽ തിയേറ്റർ വാച്ചിന് പടം മസ്റ്റാണ്. നല്ല പടമാണ്. ഈ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് അതിനെ ഞങ്ങൾ സാധാരണ സിനിമ കാണുന്ന ഒരുപാട് റിവ്യൂസ് നോക്കിയിട്ടാണ് വരാറ്. പക്ഷേ ആദ്യമായിട്ടാണ് അവരുടെ റിവ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പടം. ഇത് ഒരുപാട് ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിലൊരു കാര്യമില്ല. നല്ല പടമാണ്, തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. ആക്ഷനും എല്ലാം കിടിലൻ പടമാണ്. പേര് പറയുന്നില്ല ആരുടെ, മനഃപൂർവ്വമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധാരണ അവരുടെ റിവ്യൂ എനിക്ക് കറക്റ്റായിട്ടാണ് ഫീൽ ചെയ്യാറ്. പക്ഷെ ആദ്യമായിട്ട് അതിന് ഓപ്പോസിറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണേണ്ട പടമാണ്. അടിപ്പടം, അത്രേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, നല്ല പടം. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, കാണാൻ രസമുണ്ട്. കൊള്ളാം, നല്ല പടം. നല്ല പടമായിരുന്നു. ഫുള്ള് മമ്മൂട്ടിക്ക് തന്നെ ചേരുന്ന ഒരു റോള് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇതിൽ നല്ല കഥ കിട്ടും. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപ്പടമാണ്. ഒരുവിധം തെറ്റില്ലാതിരുന്ന് കാണാം നമുക്ക്. സൂപ്പർ. ഭയങ്കരമായി. ഇത് 73-ാം വയസ്സിൽ ഇത്രയും വലിയ രീതിയിൽ ആക്ഷൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ അവസാനം കണ്ടിറങ്ങുമ്പോൾ രോമാഞ്ചമായിപ്പോയി. അവസാനത്തെ സെക്കൻഡ് ഹാഫ് തീയാണ്. അത്രയ്ക്ക് ആക്ഷൻ പറയാതിരിക്കാൻ ഒന്നും പറയാനില്ല. അത്ര ഹിറ്റാണ്, അത്ര തീർച്ചയായും. ഇത്രയും ഞാൻ ഇത് പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഭയങ്കരമായിപ്പോയി, ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഇത്രയും പ്രായത്തിൽ നമുക്കൊന്നും സാധിക്കില്ല ഇതൊന്നും. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കണ്ടു വന്നതാണ് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമ. ഇത് ഭയങ്കരം തന്നെ. ഓക്കെ, ഒന്നും പറയാനില്ല.